അപ്പൊ യു എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ആള് നീ അല്ലെങ്കിൽ നിങ്ങൾ. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ആൾക്കാർ ആരൊക്കെയായിരുന്നു? അവൻ, അവൾ, അല്ലേ? അവൻ, അവൾ, പിന്നെ അവർ പറഞ്ഞാല് മൂന്നാമത്തെ ആൾക്കാർ. ഓക്കെ അല്ലേ? ഓക്കെ. ഇതില് ഐ റൈറ്റ് എ ലെറ്റർ. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? ഞാൻ അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യുന്നു. എന്ത്? എ ലെറ്റർ. ഒരു ലെറ്റർ. ഞാനൊരു ലെറ്റർ റൈറ്റ് എ ലെറ്റർ. ഇവിടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? റൈറ്റ് എന്ന് പറഞ്ഞാല് എഴുതുക. പ്രൊനൗണാണോ? റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ ആള് എഴുതുന്നു എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി അല്ലേ? എന്താ? ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വെർബ് എന്ന് പറയത്തില്ലേ? ഐ എന്ന് പറഞ്ഞ ആരായിരുന്നു? ചെയ്യുന്ന ആളാരാ? ഞാൻ ആരാ? മെയിൻ ആയിട്ടുള്ള ആള് സബ്ജക്ട് അല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ? സബ്ജക്റ്റ് ആണ് ഐ. റൈറ്റ് എന്ന് പറഞ്ഞാല് ചെയ്യുന്ന പ്രവൃത്തി. എന്താ ചെയ്യുന്നേ? ഒരു എന്താ എഴുതുന്നേ? ഒരു ലെറ്റർ അല്ലേ? റൈറ്റ് എന്ന് പറഞ്ഞതാണ് ഇതിനകത്തെ എന്ത്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? എഴുതുക എന്നുള്ള പ്രവൃത്തിയാണ് അല്ലേ? എഴുതുക എന്നുള്ള പ്രവൃത്തിയാ. ഈ പ്രവൃത്തിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞേ? ഡു ചെയ്യണ്ടേ? പ്രവൃത്തിയെല്ലാം നമ്മൾ ചെയ്താലേ ആവുള്ളൂ അല്ലേ? റൈറ്റ് എന്നുള്ള പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യണം? ഡു ചെയ്യണം. ഓക്കെ അല്ലേ? ഐ റൈറ്റ് എ ലെറ്റർ. ഇതിനകത്ത് എന്തുണ്ട്? അപ്പോ ഡു എന്ന സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രവൃത്തി അവനാ ചെയ്യുന്നതെങ്കിൽ നോക്ക്. ഹി റൈറ്റ്സ് എ ലെറ്റർ. അവൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു. അവൻ ലെറ്റർ എഴുതുന്നു. നേരത്തെ ഐ റൈറ്റ് എ ലെറ്റർ എന്നായിരുന്നു. പക്ഷെ ഹി വന്നപ്പോ റൈറ്റ്സ് എ ലെറ്റർ എന്നായി. റൈറ്റിന് പകരം ഒരു യെസ്സും കൂടെ ഇട്ടു. എന്താ? ഹിയും ഷീയും ഒക്കെ വന്നു കഴിഞ്ഞാല് എന്ത് വേണമെന്നാ പറഞ്ഞേ? ഈ പ്രവൃത്തി റൈറ്റ് എന്നുള്ള പ്രവൃത്തിക്കകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നേ? ഡൂവിന് പകരം അപ്പൊ ഞാനാണെങ്കില് ഐ ആണെങ്കില് ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ശരിയല്ലേ? ഐ ആണെങ്കില് പ്രവൃത്തിയിൽ എന്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്? ചെയ്യുന്ന പ്രവൃത്തിയില് ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വി ആണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയില് ഡു ഒളിഞ്ഞിരിക്കും അല്ലേ? യു ആണെങ്കിലോ അതിനകത്തും എന്താ ഒളിഞ്ഞിരിക്കുന്നേ? ഡു തന്നെ. പക്ഷേ ഹി ആണെങ്കിലോ ഡൂവിന് പകരം അതിന്റെ കൂട്ടത്തില് യെസും കൂടി ഡസ് ആണ് ഒളിഞ്ഞിരിക്കുന്നത്. ഷീ ആണെങ്കിലോ ഷീന്റെ കൂട്ടത്തിലും ഡസ്. രാജൻ ആണെങ്കിലോ ഡു ആണോ ഡസ് ആണോ? രാജൻ ഡു ആണോ ഡസ് ആണോ ചെയ്യുന്നത്? രാജൻ ഡസ് ചെയ്യുള്ളൂ. ഷീജ ആണെങ്കിലോ ഷീജ ഡസ്. രാമു ആണെങ്കിലോ രാഹുൽ ആണെങ്കിലോ ബോയ്സ് ആണെങ്കിലോ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേരുണ്ട്. അതുകൊണ്ട് അല്ലേ? ഒന്നിലധികം പേരുണ്ട്. ദേ ആണെങ്കിലോ അവര് കുറെ പേര് എഴുതുക. ദേ ആണെങ്കിൽ ഡു ആണ് ഡസ് ആണ്. കുറെ പേരുണ്ടെങ്കിൽ ഡു ആണ് ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനൊരു കത്ത് എഴുതുന്നു. എങ്ങനെ പറയും? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. പക്ഷെ നമ്മൾ അത് അത്ര എത്തിയില്ല. ഐ റൈറ്റ് എ ലെറ്റർ. ഞാൻ ഒരു കത്ത് എഴുതുന്നു. അടുത്ത ആരെ കൊണ്ട് നമുക്ക് എഴുതിക്കണ്ടേ? ഞങ്ങളുണ്ട്. വി ആണെങ്കിലോ ഞങ്ങൾ കത്ത് എഴുതുന്നു. എങ്ങനെ പറയും? പെട്ടെന്ന് പറ. വി റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? റൈറ്റ്സ് ആണോ? വി എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? പറ. വി റൈറ്റ് എ ലെറ്റർ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ആളാരാ? യു. നീ അല്ലെങ്കിൽ നിങ്ങൾ. യു ആവുമ്പോ റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? യു റൈറ്റ് എ ലെറ്റർ. അടുത്തതോ മൂന്നാമത്തെ ആളാരാ? ഹി. അവനാണെങ്കിലോ ഹി റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? ഹി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളേ ഉള്ളൂ. പക്ഷെ ഐ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. പക്ഷെ ഐന്റെ കൂട്ടത്തിൽ എപ്പോഴും റൈറ്റ് എന്ന് മാത്രമേ എഴുതുള്ളൂ.
ഡു മാത്രമേ ഉള്ളൂ. പക്ഷെ ഹീന്റെ കൂട്ടത്തിലാണെങ്കിൽ റൈറ്റ്സ്. കാരണം എന്താ? ഒളിഞ്ഞിരിക്കുന്ന ആരാ? ഡസ് ആണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ റൈറ്റ്സ് എന്ത്? ലെറ്റർ. അങ്ങനെയാണെങ്കിൽ ഷീ ആണെങ്കിലോ? ഷീ റൈറ്റ്സ് ലെറ്റർ. ദേ ആണെങ്കിലോ? ദേ റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? ഒളിഞ്ഞിരിക്കുന്ന ആരാ? ദേ ആകുമ്പോ എത്ര പേരുണ്ട്? കുറെ പേരുണ്ട്. അതുകൊണ്ട് ഒളിഞ്ഞിരിക്കുന്ന ഡു ആണോ ഡസ് ആണോ? ഡു അല്ലേ ഒളിഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? They write a letter. റോഹൻ ആണെങ്കിലോ? റോഹൻ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? എത്ര ആളുണ്ട്? ഒരാളേ ഉള്ളൂ. റോഹൻ. അപ്പോ റോഹൻ ഒളിഞ്ഞിരിക്കുന്നത് ഡു ആണോ ഡസ് ആണോ? ഡബ്ല്യു ആണ്. റൈറ്റ്സ് എന്ത്? എ ലെറ്റർ. റാണി ആണെങ്കിലോ? റാണി റൈറ്റ്സ് എ ലെറ്റർ. പറയാൻ പിടിച്ചില്ലേ? രാജു ഒരു കത്ത് എഴുതുകയാണ്. രാജു കത്ത് എഴുതുന്നു. രാജു ഗോപു കവിത എഴുതുന്നു. റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ എന്ന് പറഞ്ഞേ? റൈറ്റ്സ്. കവിതയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പോയം അല്ലേ? ഗീത ഒരു നോവൽ എഴുതുന്നു. ഗീത റൈറ്റ്സ് എ നോവൽ. മനസ്സിലായോ? അപ്പൊ ഐ റൈറ്റ് എ ലെറ്റർ, ഹി റൈറ്റ് എ ലെറ്റർ, യു റൈറ്റ് എ ലെറ്റർ. അപ്പൊ ഞാനൊരു കത്ത് എഴുതുന്നു, നീ ഒരു കത്ത് എഴുതുന്നു, ഞങ്ങളൊരു കത്ത് എഴുതുന്നു അല്ലേ? ഞങ്ങളൊരു കത്ത് എഴുതുന്നു, പിന്നെ അവളൊരു കത്ത് എഴുതുന്നു, അവരൊരു കത്ത് എഴുതുന്നു, റോഹൻ ഒരു കത്ത് എഴുതുന്നു, റാണി ഒരു കത്ത് എഴുതുന്നു. ഇതെല്ലാം എഴുതുന്നു. അവരെല്ലാം പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവരാണ്. ചെയ്യുന്നു, എഴുതുന്നു. അതിന് പകരം നമ്മൾ എഴുതുന്നില്ല. ഞാൻ കത്തെഴുതുന്നില്ല, ഞങ്ങൾ കത്തെഴുതുന്നില്ല, നീ കത്തെഴുതുന്നില്ല. ഇല്ല എന്നുള്ള പ്രയോഗം പറയത്തില്ലേ? ഈ ഉണ്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വേണം പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അതേപോലെ ഞാൻ തിരിച്ചുള്ള അർത്ഥം വരും. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എടുക്കുന്നില്ല, ഞാൻ തിന്നുന്നില്ല. അങ്ങനെ ഇല്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ് സെന്റൻസ്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞേ ഐ റൈറ്റ് എ ലെറ്റർ, ഞാൻ ലെറ്റർ എഴുതുന്നു എന്ന് പറയുന്നതിന്, എഴുതുന്നില്ല എന്ന് പറയുന്നതിന് ഐ നോ റൈറ്റ് എ ലെറ്റർ എന്ന് പറയുവോ? ഇല്ല. നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കുക. ഐ റൈറ്റ് എന്നുള്ളതിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നത്? അവിടെ ഐ ആയതുകൊണ്ട് എന്താ ഒളിഞ്ഞിരിക്കുന്നത്? ഡു ആണ് ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡു ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അത് നെഗറ്റീവ് ആക്കണം. എന്ത് ചെയ്യണം? ഐ കഴിഞ്ഞിട്ട് ഈ ഡൂവിനെ അങ്ങ് എടുത്തിടുക. റൈറ്റ് എന്നുള്ളത് ഡു റൈറ്റ് അല്ലേ? ഐ ഡു റൈറ്റ്. ഡൂവിന്റെ കൂട്ടത്തില് നെഗറ്റീവ് ആക്കാൻ ഒരു നോട്ടും കൂടെ അങ്ങ് ചേർക്കുക. ഐ ഡു നോട്ട് റൈറ്റ് എ ലെറ്റർ. അപ്പൊ അർത്ഥം എന്തായി? ആദ്യത്തേല് ഞാനൊരു കത്ത് എഴുതുന്നു എന്നായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ച് ഞാനൊരു കത്ത്, നെഗറ്റീവ് എന്ന് പറഞ്ഞാല് നേരെ ഓപ്പോസിറ്റ് അർത്ഥമായി അല്ലേ? ഇവിടെ എഴുതുന്നു എന്നുള്ളത് അപ്പുറത്ത് എത്തിയപ്പോഴത്തേക്ക് എഴുതുന്നില്ല. ഐ ഡു നോട്ട് റൈറ്റ് എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതുന്നു. ഇവിടെ ഞാനൊരു ലെറ്റർ എഴുതുന്നോ? എഴുതുന്നില്ല. ഇല്ല എന്നുള്ള മീനിങ് വന്നു. ഐ ഡു നോട്ട് റൈറ്റ്. ഡു നോട്ട് റൈറ്റ് വേണോ? റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? ഡു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഡൂവും ഡസും വന്നു കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഐ ഡു നോട്ട് റൈറ്റ് എ ലെറ്റർ. നെഗറ്റീവ് അർത്ഥമായി. അങ്ങനെയാണ്. നോക്ക്, അടുത്തത് ഐക്ക് വരാം. ഞങ്ങൾ ഒരു കത്ത് എഴുതുന്നു. ഓക്കെ, ഞങ്ങൾ ഒരു കത്ത് എഴുതുന്നു. അതിന്റെ നെഗറ്റീവ് മലയാളം എന്താ? ഞങ്ങളൊരു കത്ത് മലയാളം ഞങ്ങളൊരു കത്ത് എഴുതുന്നു എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ്, നെഗറ്റീവ് മീനിങ്. എഴുതുന്നില്ല. എങ്ങനെ പറയും? ഞങ്ങൾ ആരാ? ഒളിഞ്ഞിരിക്കുന്ന ആരാ? ഈ റൈറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ആരാ? ഈ ആയതുകൊണ്ട് ഡു തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ? വി ഡു നോട്ട് റൈറ്റ് എ ലെറ്റർ അല്ലേ?
ഞങ്ങള് ഒരു കത്ത് എഴുതുന്നു. അടുത്തതാരാ? നീ ഒരു കത്ത് എഴുതുന്നു. ആ യു യു നെഗറ്റീവ് പറ. യു ഒളിഞ്ഞിരിക്കുന്നതാരാ? ആ യു ഡു നോട്ട് റൈറ്റ്. റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? റൈറ്റ് എ ലെറ്റർ. അടുത്തത് ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇവിടെ റൈറ്റിന് പകരം റൈറ്റ്സ് ആണ്. റൈറ്റ്സ് ആകുമ്പോ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആരാ? ഡു ആണോ ഡസ് ആണോ? ഹി ആണ് വന്നിരിക്കുന്നത്. ഒരാളേ ഉള്ളൂ. അപ്പൊ ഒളിഞ്ഞിരിക്കുന്നത് ഡസ് ആണ്. അപ്പൊ ഹി ഡസ് നോട്ട് റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? റൈറ്റ്. ഡസ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഹി ഡസ് നോട്ട്. അവർ ചെയ്ത പ്രവൃത്തിയുണ്ട്. ഹി ഡസ് ചെയ്തു അല്ലേ? ഹി ഡസ് നോട്ട് റൈറ്റ് എന്ത്? വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് അവളൊരു കത്ത് എഴുതുന്നു. എന്റെ നെഗറ്റീവ് എന്താ? നെഗറ്റീവ് എന്താ? നെഗറ്റീവ് മനസ്സിലായോ? ഓപ്പോസിറ്റ് ഇല്ല 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 എന്നുള്ള അർത്ഥം വരുന്നത്. അവളൊരു കത്ത് എഴുതുന്നു. അവള് മലയാളത്തില് അവളൊരു കത്ത് എഴുതുന്നില്ല. അപ്പൊ എന്ത് പറയും? She does not write a letter. ഓക്കെ. അടുത്തത് അവരൊരു കത്ത് എഴുതുന്നു. അവരൊരു കത്ത് എഴുതുന്നു. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് പറ. നെഗറ്റീവ് മീനിങ്. അവരൊരു കത്ത് എഴുതുന്ന ഇല്ല അല്ലേ? ഡസ് ആണോ ഡു ആണോ? റൈറ്റ് ആണ്. അവരെന്ന് പറഞ്ഞാല് ഡു ആണോ ഡസ് ആണോ ഒളിഞ്ഞിരിക്കുന്നത്? ഡു നോട്ട് ഇല്ലെങ്കിൽ ഡോണ്ട് എന്ന് പറയാം. ഡു നോട്ട് ചേർത്തിട്ട് ഡോണ്ട് എന്ന് വേണം പറയാം. ഡു നോട്ട് റൈറ്റ് എ ലെറ്റർ. അടുത്തത് റോഹൻ കത്ത് എഴുതുന്നു. തിരിച്ചു പറ തിരിച്ചുള്ള അർത്ഥം വരട്ടെ. റോഹൻ കത്ത് എഴുതുന്നില്ല അല്ലേ? റോഹൻ ഡസ് നോട്ട് എന്ന് പറയാൻ കാരണം എന്താ? റോഹൻ എന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ. ഈ റൈറ്റില് ഒളിഞ്ഞിരിക്കുന്ന ആരാ? ഇതിനകത്ത് ഡസ് ആണ്. ഡസ് നോട്ട് റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? റൈറ്റ് എ ലെറ്റർ. അടുത്താരാ? റാണി അല്ലേ? റാണി ഒരു കത്ത് എഴുതുന്നു. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് റാണി ഒരു കത്ത് എഴുതുന്നില്ല. റാണി ഡു നോട്ട് ആണോ ഡസ് നോട്ട് ആണോ ഒളിഞ്ഞിരിക്കുന്നത്? ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇനി അടുത്ത് നിങ്ങൾ തന്നെ പറയണം. ഞാനൊരു പാട്ട് പാടും. ഫസ്റ്റ് ഞാൻ പാടുക. ഞാനൊരു പാട്ട് പാടും. പെട്ടെന്ന് പറ. ഐ സിംഗ് ആണോ സിങ്സ് ആണോ? സിങ്സ്. ഒളിഞ്ഞിരിക്കുന്ന ആരാ? ഡു അല്ലേ? ഐ സിംഗ് എ സോങ്. ഞാനൊരു പാട്ട് പാടുന്നില്ല. I don't sing a song. ഞങ്ങളൊരു പാട്ട് പാടുന്നു. പെട്ടെന്ന് പറ. We sing a song. ഞങ്ങളൊരു പാട്ട് പാടുന്നില്ല. We do not sing a song. നീ ഒരു പാട്ട് പാടുന്നു. You sing a song. നീ ഒരു പാട്ട് പാടുന്നില്ല. You do not sing a song. അവനൊരു പാട്ട് പാടുന്നു. He sings a song. അവനൊരു പാട്ട് പാടുന്നില്ല. He does not sings a song. അവളൊരു പാട്ട് പാടുന്നു. She sings a song. അവര് ഒരു പാട്ട് പാടുന്നു. Sing ആണോ സിങ്സ് ആണോ? അവരൊരു പാട്ട് പാടുന്നില്ല. നിങ്ങൾ അടങ്ങിയിരിക്കും. ഇങ്ങനെയൊക്കെ കയറിയിരിക്കല്ലേ? മര്യാദ പറയുമ്പോൾ ശ്രദ്ധിച്ചോണ്ടിരിക്കും. അവരൊരു പാട്ട് പാടുന്നില്ല. പറ. ഡു നോട്ട് ആണോ ഡസ് നോട്ട് ആണോ? ഡു നോട്ട് സോങ്. ഒത്തിരി സമയമായോ? മതിയോ? ഓക്കെ താങ്ക് യു.